ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ രണ്ടൊന്ന് പേര് നമ്മളുടെ മാക്രോൺ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്രോൺ ക്ലാസ്സും അതുപോലെ തന്നെ പ്ലം കേക്കും കാരഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് ബ്രൗണി സെക്ഷനൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രൗണിയുടെ സെക്ഷനൊക്കെ നമ്മൾ അടുത്ത മാസമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോസിലൂടെ എല്ലാം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് മിക്സറിൽ നമ്മൾ സ്പഞ്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുത്തത് കാരണം പിന്നെ അത് കഴുകിയെടുക്കാനായിട്ടുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് 2 വെഡ്ഡിങ് കേക്കുകൾ രണ്ടും 6 ഇഞ്ചിൻ്റെയിലാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ രണ്ടും ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലൊന്ന് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് വെഡ്ഡിങ് കേക്കുകളൊക്കെ അധികം ഓർഡേഴ്സ് ഉള്ളത് കാരണം നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം അതൊന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് കേക്കിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ഉള്ളത് കാരണം ഷോപ്പിൽ പുതിയതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വരുമ്പോഴും അതുപോലെ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അപ്ഡേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഇതേപോലെ സ്ട്രോബെറിയുടെ ക്രഷും അതേപോലെ മിൽക്ക് മെയ്ഡ് ചോക്ലേറ്റ് ചിപ്സ് അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതും ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ക്രം കോട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ നമ്മൾ കേക്ക് പരമാവധി നമ്മൾ കറക്റ്റ് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ആവാനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ കേക്ക് രണ്ടും സെറ്റ് ആവാനൊക്കെ ആയിട്ട് നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ ഷോപ്പിലേക്ക് പോയിട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഫ്ലവേഴ്സ് മാത്രമല്ല ടോപ്പേഴ്സും തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമുക്കിന്ന് വൈകിട്ട് ഒരു ബാപ്റ്റീസും ഉണ്ട്. അപ്പോൾ അതിന് കൊടുക്കാനായിരുന്നു. അപ്പോൾ അതുമേൽ വെക്കാനാണ് നമ്മൾ ഈ ഒരു ടോപ്പർ എടുത്ത കേട്ടോ. പിന്നെ കുറച്ച് നമ്മളുടെ വെഡ്ഡിങ് ടോപ്പേഴ്സും അതുപോലെ എൻഗേജ്മെൻറ്റിൻ്റെ ടോപ്പേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷോപ്പിലുള്ള ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ കേട്ടോ. ഇതേപോലെ ഓരോ ബാസ്ക്കറ്റിലാക്കിയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അത് ഓരോ ഷേപ്പിലുള്ളത് ഓരോ ബാസ്ക്കറ്റിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സിലും ഒരുപാട് ഷേപ്പിലും ഷെയ്ഡ്സിലെല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഡബിൾ ഷെയ്ഡിലുള്ളതും സിംഗിൾ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും ഉണ്ട്. ഇതുപോലെ ഫ്ലവേഴ്സ് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീവ്സും അവൈലബിൾ ആണ്. പിന്നെ ചിലത് നമുക്ക് ലീവ്സിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വന്ന രീതിയിലും. അപ്പോൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ലീവ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെഡ്ഡിങ് കേക്കുകൾ കണ്ടുവരുന്നതും അല്ലെങ്കിൽ ചെയ്യുന്നതും ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറച്ച് കുറവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കളേഴ്സ് കൂടാതെ ഇതുപോലെ ഗോൾഡൻ ഷെയ്ഡിലും അവൈലബിൾ ആണ്. നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ വെക്കുന്ന രീതിയിൽ ഗോൾഡൻ കളറിലെ ലീവ്സും ബഡ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സൊന്നും അവൈലബിൾ അല്ലാത്ത ബേക്കിംഗ് ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്ലവേഴ്സൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഷോപ്പിൻ്റെ നമ്പർ കൊടുത്തേക്കാം. അവർക്ക് കൊറിയർ സർവീസ് ഉള്ളതാണ്. അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊറിയർ ചെയ്ത് തരും. അപ്പോൾ ഫ്ലവേഴ്സും നമ്മളുടെ ഐറ്റംസ് ഒക്കെ എടുത്തതിന് ശേഷം ഈ ഒരു ടോപ്പറും കൂടി കണ്ടപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോന്നിട്ട് നമ്മളുടെ കേക്കിൻ്റെ വർക്കൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ടിരുന്നു. ഇത് ബാപ്റ്റിസം ഫംഗ്ഷൻ വൈകിട്ടായിരുന്നു കേട്ടോ. നമുക്ക് ബാപ്റ്റിസത്തിന് ഈ ഒരു കേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ടേബിൾ സെറ്റ് ഐറ്റംസോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് ഇവൻറ്റ് വർക്ക് തന്ന ചേട്ടൻ അയച്ചു തന്നതായിരുന്നു ഇവൻറ്റുകാരുടെ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് 3 ഇവൻറ്റ് വർക്കിൻ്റെ ഓർഡേഴ്സ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമർ നേരിട്ടായിരിക്കില്ല നമ്മൾക്ക് ഡിസൈൻ മോഡലൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ ഇവൻറ്റുകാർ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് പുള്ളി അയച്ചു തന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു കുരിശ് മാത്രം നമ്മൾ വേറൊരു മോഡലാണ് വെച്ചേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഗോൾഡൻ ലീവ്സൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് കേക്ക് സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ടിട്ടോ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. നമ്മൾ ഇതേപോലെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്യുന്ന ടൈമിൽ സെൻറ്ററിൽ നമ്മൾ ആ ഒരു നോസിൽ ഡിസൈനൊക്കെ കൊടുത്തേക്കണ കാരണം കുറച്ച് ആ ബോക്സിൻ്റെ ഒന്ന് പൊങ്ങി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു. കാരണം നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ അതിങ്ങനെ കുലുങ്ങി ടച്ച് ചെയ്ത് ആ ക്രീമൊക്കെ പോകണ്ടല്ലാന്ന് കരുതിയിട്ട് ഇതേപോലെ നമ്മളുടെ ആ ഒരു ബോക്സിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് കുറച്ചൊന്ന് ഹൈറ്റ് ഇതാക്കി നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ കൂടെ കേക്ക് സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മളുടെ കേക്കിൻ്റെ ഷോപ്പ് വന്നത്. അപ്പോൾ കേക്കായിട്ട് ഷോപ്പിൽ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേക്ക് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാതെ നമ്മൾ അവിടെ സ്റ്റേജിൽ വെച്ചതിന് ശേഷം പിന്നെ ബേക്കിംഗ് ഷോപ്പിൽ വന്നിട്ട് സ്റ്റാൻഡ് എടുത്തിട്ട് രണ്ടാമതാണ് നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ കേക്ക് മാത്രമുള്ളതാണ് നമുക്ക് അധികം നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് ഫംഗ്ഷനൊക്കെ ആയത് കാരണം നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാനായിട്ട്. അപ്പം നമ്മൾ പിന്നെ കേക്ക് മാത്രമുള്ളത് കാരണം അത് നമ്മൾ കേക്ക് സ്റ്റാൻഡിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യത്തിന് വേണ്ട ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ.
അപ്പോൾ ആ ഒരു വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു 1 kg ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടായിരുന്നു. ഇത് അധികം വർക്ക് ചെയ്യുന്നതൊന്നും നമുക്ക് എടുക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ നൈഫ് വെച്ചിട്ട് ചെറിയൊരു ഡിസൈനും പിന്നെ അതേപോലെ നമ്മളുടെ ബട്ടർ സ്കോച്ച് സോസൊക്കെ ഒഴിച്ച് പിന്നെ നോസിൽ ഡിസൈനും കൂടി കൊടുത്തിട്ട് നമ്മളുടെ കേക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് അതും ഫ്രിഡ്ജിൽ വെച്ചു. ഈ ഒരു കേക്ക് വെഡ്ഡിങ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ 1-2 വീഡിയോസിൽ നമ്മളുടെ വേവ് ഡിസൈൻ കൊടുത്ത സമയത്ത് കുറച്ച് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വേവ് ഡിസൈൻ കൊടുക്കുന്ന വീഡിയോ എടുക്കുകയോ ചേച്ചി എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മൾ നമ്മളുടെ വീട്ടിൽ എക്സ്റേ ഷീറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇതേപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. അതല്ലെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രാപ്പർ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. സ്ക്രാപ്പർ വെക്കുമ്പോൾ കുറച്ചും കൂടി വീതിയിലായിരിക്കും വേവ്സ് വന്നത്. അപ്പോൾ അതിലും കുറച്ചും കൂടി നല്ലത് ഇതേപോലെയുള്ള എന്തെങ്കിലും എക്സ്റേ ഷീറ്റോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിട്ടും. നമ്മുടെ ടേൺ ടേബിൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക, പിന്നെ നമ്മുടെ കൈയും ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യണം. പിന്നെ ഈ വേവ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എപ്പോഴാണോ ഫൈനൽ കോട്ട് ചെയ്യുന്നത് ആ ഫൈനൽ കോട്ട് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ഒരു വേവ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് അത് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെഡ്ഡിങ് കേക്കുകളെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റാക്ക് ചെയ്തിട്ടില്ല. സ്റ്റാക്ക് ചെയ്താൽ നമുക്ക് രണ്ടും കൂടി വെക്കാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ അത് കാരണം സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റാക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് കേക്ക് 2 ടയർ കേക്കൊക്കെ സ്റ്റാക്ക് ചെയ്യാനായിട്ടുള്ള എളുപ്പ വഴിയാണിത്. അത് ബിഗിനേഴ്സിനാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണിത്. ഇതേപോലെ നമ്മൾ കേക്കിന് എന്തായാലും നമ്മൾ സ്റ്റിക്ക് കുത്തും. അപ്പോൾ ഈ സ്റ്റിക്ക് സെൻറ്ററിലൊന്ന് കുത്തിയതിന് ശേഷം നൈഫ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബേസിൽ നിന്ന് കേക്ക് വിടിയിച്ചെടുത്തിട്ട് നമ്മൾ മേളിലത്തെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേക്ക് നല്ല സൂപ്പറായിട്ട് സ്റ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്റ്റാക്ക് ചെയ്തിട്ട് ഫെയിലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആദ്യം നമ്മൾ ആ ഒരു സൈഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രാപ്പറും അതേപോലെ തന്നെ നൈഫൊക്കെ ഉപയോഗിച്ച് 2 കൈയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാത്തവരെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു വെഡ്ഡിങ് കേക്ക് നമ്മൾ ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്തു. രണ്ടാമത്തത് ഈ ഒരു കേക്കായിരുന്നു. അതും നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും അതേപോലെ ഫോക്സ് ബോൾസൊക്കെ വെച്ചു, പിന്നെ ഷുഗർ ബീഡ്സൊക്കെ ഇട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മളുടെ ഇവൻറ്റുകാരുടെ ഓർഡേഴ്സാണ്. പിന്നെ ഇവൻറ്റുകാർക്ക് നമ്മൾ കേക്ക് കൊടുക്കുന്ന ടൈമിൽ നമ്മളുടെ കേക്കിൻ്റെ റേറ്റൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെപ്പോഴും വർക്കുകൾ തന്നതാണ്. അപ്പോൾ അവർക്കും നമുക്കും നഷ്ടമൊന്നും വരാത്ത രീതിയിലായിരിക്കും നമ്മൾ ഡീലിങ്സ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. പിന്നെ ചിലവർ നമ്മളോട് ഓർഡർ തരുന്നതിന് മുന്നേ പറയും അവർ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയും ഒരു 1000 രൂപയ്ക്ക് ഉള്ളിൽ വന്നാൽ മതിയെന്ന്. അപ്പോൾ നമ്മളതനുസരിച്ചായിരിക്കും ഫ്ലവേഴ്സും ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന കേക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെഡ്ഡിങ് കേക്കുകൾ രണ്ടും ചെയ്തു നമുക്ക് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു കേക്ക് അവർ വീട്ടിൽ വന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ ചെയ്ത ബട്ടർ സ്കോച്ച് കേക്ക്. അപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിൽ അവർ വരുമ്പോൾ അമ്മച്ചിക്ക് എടുത്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇതേപോലെ ഒന്ന് ബോക്സിലാക്കി പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇന്നത്തെ 2 വെഡ്ഡിങ് കേക്കും നമുക്ക് കുറച്ച് ടൈറ്റായി പോയി. കാരണം ഒന്ന് 5 മണിക്ക് എത്തിക്കാനും ഒന്നൊരു 5:45 എത്തിക്കാനാണ്. അത് നമുക്ക് ഒരു റൂട്ടിൽ തന്നെ ആയിരുന്നില്ല. ഒന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിക്കും പിന്നെ ഒന്ന് നമുക്ക് എറണാകുളം എടപ്പള്ളി സൈഡിലേക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടൈമും കുറച്ച് കുറവായിരുന്നു. ഒരു അരമണിക്കൂറിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ കാറിനും കൂടി പോകുന്നത് കാരണം ഞായറാഴ്ച ദിവസവും കൂടി ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കായിരിക്കും, ഈവനിങ് ഒക്കെ ആയത് കാരണം. എന്നാലും നമ്മൾ കറക്റ്റ് ടൈമിന് കൊടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പോണത്. പിന്നെ അധികം ടൈമൊന്നും നമുക്ക് കളയാനില്ല. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തി നമ്മൾ കേക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ടോപ്പറൊക്കെ കുത്തി വെച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 5 മണിക്കാണ് നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തി കേക്കൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി നമ്മളൊരു 5:40 ആയപ്പോഴേക്കും നമുക്ക് അടുത്ത ലൊക്കേഷനിൽ എത്താനായിട്ട് പറ്റി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് കൂടി ലേറ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒക്കെ എത്തുള്ളൂ, അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞത് കാരണം പിന്നെ നമ്മൾ സാവധാനം പോയിട്ട് കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഒരു റിസപ്ഷൻ്റെ കേക്കും കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ടാറ്റാ.